നമസ്കാരം. ഈ കാണുന്ന ഏഴുമുട്ടം പാല നമ്മുടെ ചാമക്കാവ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നിൽക്കുന്നവരുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ ഉള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇത്രയും വ്യക്തമായിട്ടും ഇത്രയും വിശദമായിട്ടും നമ്മളത് കാണിച്ചിട്ടില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഏഴുമുട്ടം പാലയാണ്. അപ്പോൾ അതിൽ പേരാലും അരയാലും അതിനോടൊപ്പം തന്നെ അവിടെ വളരുന്നുണ്ട്. നമ്മുടെ ഈ തലമുറയ്ക്കൊന്നും വൃക്ഷങ്ങളെപ്പറ്റിയുള്ള കൂടുതൽ അറിവുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞു പോയ എത്രയോ തലമുറകൾ ഇതിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും പല പല കാര്യങ്ങൾ സംസാരിക്കുകയും പല പല കാര്യങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. നമ്മുടെ കഴിഞ്ഞു പോയ തലമുറകളിൽ എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഇതുപോലെയുള്ള ആൽത്തറകളുടെയും പാലമരങ്ങളുടെയും ഒക്കെ തണലത്ത് അവർ ഒത്തുചേരുകയും സംഭാഷണങ്ങൾ പങ്കുവയ്ക്കുകയും അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഇന്നും ഗ്രാമങ്ങളിലോട്ടൊക്കെ പാലക്കാടുള്ള ഗ്രാമങ്ങളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ ഇപ്പോഴും കാണാൻ പറ്റും. വൈകുന്നേരത്തെ ഗ്രാമസഭ കൂടുന്നതും അവർ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും ഒക്കെ ഇതുപോലുള്ള മരങ്ങളുടെ ചൂട്ടിൽ വെച്ചാണ്. അപ്പോൾ ഇതുപോലൊരു മരം, ഈ മരത്തിൻ്റെ പറയാനുണ്ടാവുമല്ലോ ഒരുപാട് കാര്യങ്ങൾ. ഏത് ക്ഷേത്ര പരിസരം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെയുള്ള വൃക്ഷങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഇപ്പോഴും ഉണ്ട് ആൾക്കാർ ഈ ക്ഷേത്രത്തിൻ്റെയും ഇങ്ങനെയുള്ള ആൽമരങ്ങളുടെയും ഒക്കെ ചുവട്ടിൽ വിശ്രമിക്കുകയും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെയുള്ള കാഴ്ചകൾ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ കാണുന്ന ഏഴുമുട്ടം പാല നമ്മുടെ ചാമക്കാവ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നിൽക്കുന്നവരുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ ഉള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇത്രയും വ്യക്തമായിട്ടും ഇത്രയും വിശദമായിട്ടും നമ്മളത് കാണിച്ചിട്ടില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഏഴുമുട്ടം പാലയാണ്. അപ്പോൾ അതിൽ പേരാലും അരയാലും അതിനോടൊപ്പം തന്നെ അവിടെ വളരുന്നുണ്ട്. നമ്മുടെ ഈ തലമുറയ്ക്കൊന്നും വൃക്ഷങ്ങളെപ്പറ്റിയുള്ള കൂടുതൽ അറിവുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞു പോയ എത്രയോ തലമുറകൾ ഇതിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും പല പല കാര്യങ്ങൾ സംസാരിക്കുകയും പല പല കാര്യങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. നമ്മുടെ കഴിഞ്ഞു പോയ തലമുറകളിൽ എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഇതുപോലെയുള്ള ആൽത്തറകളുടെയും പാലമരങ്ങളുടെയും ഒക്കെ തണലത്ത് അവർ ഒത്തുചേരുകയും സംഭാഷണങ്ങൾ പങ്കുവയ്ക്കുകയും അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഇന്നും ഗ്രാമങ്ങളിലോട്ടൊക്കെ പാലക്കാടുള്ള ഗ്രാമങ്ങളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ ഇപ്പോഴും കാണാൻ പറ്റും. വൈകുന്നേരത്തെ ഗ്രാമസഭ കൂടുന്നതും അവർ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും ഒക്കെ ഇതുപോലുള്ള മരങ്ങളുടെ ചൂട്ടിൽ വെച്ചാണ്.